ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഇസ്ലാമിക് പ്ലാനറാണ് റെഡിയാക്കുന്നത്. ദുൽഖഅദ മാസത്തിലെ ഇസ്ലാമിക് പ്ലാനറാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത്. ഇങ്ങനൊരു പ്ലാനർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ക്യാഷിന് ചിലവൊന്നുമില്ല. നമ്മളെ കയ്യിലിപ്പോൾ ഒരു ഡയറിയോ അതല്ലെങ്കിൽ പഴയ നോട്ട്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളെ കയ്യിലിപ്പോൾ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു 4 ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ഡയറി ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഫസ്റ്റ് നമ്മൾ ദുൽഖഅദ എന്ന് എഴുതുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഡിസൈനൊക്കെ വരച്ച് ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. കുറച്ച് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങളെ കയ്യിലിപ്പോൾ കളർ പെൻസിലും അതുപോലെ പെയിൻ്റൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിലും നമുക്ക് ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കാൻ പറ്റും. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നതാണ്. അതല്ലേലും എനിക്ക് ഡിസൈൻ ചെയ്യാനും ചിത്രം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാനർ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമ്മളെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ കുറച്ച് പ്ലാനറിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് പ്ലാനർ ചെയ്താൽ മതി. ഞാൻ ഓരോ പ്ലാനറും ഓരോ തീമാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. നമ്മളെ ചാനലിൽ പ്ലേലിസ്റ്റിൻ്റെ സെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാനറും ഞാൻ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പേജ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സലാഡ് ട്രാക്കർ എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം സലാഡ് ട്രാക്കറിൽ നിന്ന് നമ്മൾ ഹെഡിങ് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡിസൈനൊക്കെ വരക്കുന്നുണ്ട്. കുറച്ച് ഫ്ലവേഴ്സും വൈൻസും ഒക്കെ ആയിട്ട് നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. പിന്നെ സലാഡ് ട്രാക്കർ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഞാൻ പിന്നെ നമ്മളെല്ലാ മാസവും പറഞ്ഞ് തന്നെ പിന്നെയും പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ സലാഡ് ട്രാക്കറിനെ കുറിച്ചിട്ടൊന്നും പറയാത്തത്. അങ്ങനെ നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലൊരു 5 കോളംസ് വരക്കുന്നുണ്ട്. ഇനി ഇതിൽ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഓരോ കോളംസിലും ഓരോ ഫർള് നിസ്കാരങ്ങളെ പേരും എഴുതാം. പിന്നെ ഞാൻ കുറച്ച് ക്രയോൺസ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ചെയ്യാം. നിസ്കാരം നമുക്ക് കള ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു ക്രോസ് മാർക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിപ്പോൾ പീരിയഡ്സ് ആണെങ്കിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ കേട്ടോ എല്ലാ പ്രാവശ്യം മാർക്ക് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ സലാഡ് ട്രാക്കർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങളെ കാര്യങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാം. സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട 2 നിസ്കാരമാണ് തഹജ്ജുദും ളുഹായും. അപ്പോൾ ആ നിസ്കാരങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാം. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെയും ളുഹാ നിസ്കാരത്തിൻ്റെയും മഹത്വങ്ങളെ കുറിച്ചിട്ടും പിന്നെ നമ്മൾ ഈ 2 നിസ്കാരങ്ങളിലൊക്കെ ഏതൊക്കെ സൂറത്താണ് ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും. ഇനിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 കോളംസ് വരക്കുന്നുണ്ട്. ഇനി ഇതിൽ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ കോളംസിലും തഹജ്ജുദ് ളുഹ അങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അഥവാ നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ ഖുർആൻ റീഡിങ്ങിൻ്റെ കാര്യമാണ് നോക്കുന്നത്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഖുർആൻ റീഡിങ് ഹെഡിങ് എഴുതിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ 5 കോളംസ് വരക്കുന്നുണ്ട്. ഇതിലിനി ഓരോ കോളത്തിലും ഓരോ നിസ്കാരങ്ങളും അതിൻ്റെ ശേഷം ഓതേണ്ട സൂറത്തുകളാണ് എഴുതുന്നത്. ഫജ്ർ നിസ്കാരശേഷം സൂറത്തു യാസീൻ, ളുഹർ നിസ്കാരശേഷം സൂറത്തുൽ ഫത്ത്ഹ്, അസ്ർ നിസ്കാരശേഷം സൂറത്തുർ റഹ്മാൻ, അതല്ലെങ്കിൽ സൂറത്തു നബ ഓതിയാലും മതി. പിന്നെ മഗ്‌രിബ് നിസ്കാരശേഷം സൂറത്തു വാക്കിയ, ഇശാ നിസ്കാരശേഷം സൂറത്തുൽ മുൽക്ക്. ഇങ്ങനെയാണ് ഞാൻ ഓതുന്നത്. നിങ്ങൾക്കിനി ഇതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഇനി നമ്മൾ ഖത്തമുൽ ഖുർആൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. റമളാൻ മാസം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മളിനി ഖത്തം ഓതാതിരിക്കരുത്. നമ്മൾ ഒരു ഖത്തം ഓതി പൂർത്തിയാക്കിയ ശേഷം അപ്പോൾ തന്നെ അടുത്ത ഖത്തം ഓതി തുടങ്ങി വെക്കണം. നമ്മൾ ഖത്തം ഓതാതിരിക്കുമ്പോൾ ഷെയ്ത്താൻ ഒരുപാട് സന്തോഷിക്കും. അതുകൊണ്ട് നമ്മൾ ഖത്തം ഓതാതിരിക്കരുത്. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഓതിയാലും മതി. ഇപ്പോൾ ഓരോ നിസ്കാരശേഷം 2 പേജാണ് നമ്മളെക്കൊണ്ട് ഓതാൻ പറ്റുന്നത്, അങ്ങനെ ഓതിയാൽ മതി. അതല്ലെങ്കിൽ 4 പേജ് വെച്ചിട്ട് 5 വഖത്ത് നിസ്കാരശേഷം ഓതാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഒരു ജൂസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇപ്പം ഞാനിതാ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഓരോ ജ്യൂസും എഴുതാം. 1 മുതൽ 30 വരെയുള്ള ജ്യൂസ് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓരോ ജ്യൂസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഈ ഫ്ലവറും ലീഫും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 30 ജ്യൂസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവർ കാണാൻ ഭയങ്കര രസമായിരിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നത് സിക്ർ, സ്വലാത്ത്, ദുആ അതൊക്കെയാണ് കേട്ടോ. നമ്മളെ ജീവിതത്തിൽ നിത്യം സ്വലാത്ത് നമ്മൾ പതിവാക്കണം. അതുപോലെ തന്നെ സിക്റുകളും ഇസ്തിഗ്ഫാർ ഇതൊക്കെ നമ്മൾ ഡെയിലി ചൊല്ലേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു പേജിൽ എഴുതി വെക്കാം. ആദ്യം ഞാൻ എഴുതുന്നത് സ്വലാത്ത് 1000 എണ്ണം ചൊല്ലുക എന്നുള്ളതാണ്. എന്നിട്ട് 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളം വരക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സിക്ർ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സിക്ർ ഡെയിലി നമുക്ക് പതിവാക്കാം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നമ്മൾ ദിവസം ഒരു 1000 എണ്ണെങ്കിലും ചൊല്ലണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ദിവസം ഒരു 1000 എണ്ണം പതിവാക്കാം. അടുത്തത് അസ്മാ ഉൽ ഹുസ്നയാണ്. അസ്മാ ഉൽ ഹുസ്ന നമ്മൾ ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലണം. അത് നമ്മൾ മനപ്പാടാക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ ദുൽഖഅദ് മാസത്തിലെ ഇസ്ലാമിക് പ്ലാനർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ പ്ലാനർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കങ്ങനെ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.